നീതീകരണവും പറയാത്ത വിധം തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയാണ്. നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പ്രമുഖ നാടക സംവിധായകൻ സുരേഷ് ബാബു സ്ത്രീസ്ത്രീയുടെ ഭാര്യ കൂടിയായ ദീപലേഖ ആരോഗ്യവകുപ്പിൽ HI തസ്തികയിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീ നല്ല അംഗീകാരവും സേവന സന്നദ്ധതയുമുള്ള ഒരു സർക്കാർ ജീവനക്കാരിയാണ് എന്ന പേര് കേട്ടയാളാണ്. അവർക്ക് ആക്സിഡന്റിൽ പരിക്കുപറ്റി, കാലൊടിഞ്ഞു. അതിനെ തുടർന്ന് ട്രാൻസ്ഫറിന്റെ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ അവര് ആക്സിഡന്റിൽ പരിക്കുപറ്റിയ ആ പരിക്കിന്റെ സർട്ടിഫിക്കറ്റ് അടക്കം എല്ലാ രേഖകളോടും കൂടി DMOന് അപ്പീൽ കൊടുത്തു. ചൊക്ലിയിലാണ് അവർ അന്ന് ജോലി ചെയ്തിരുന്നത്. ചൊക്ലിയിൽ എത്തിയത് 4 മാസം മാത്രമേ ആയുള്ളൂ. 4 മാസത്തിനകം ഒരു ട്രാൻസ്ഫർ അവർ പ്രതീക്ഷിക്കുന്നില്ല. ചൊക്ലിയാവുമ്പോൾ പ്രത്യേകിച്ച് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയത് മൂലം വിദൂര സ്ഥലത്തെ ട്രാൻസ്ഫർ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ചൊക്ലിയിൽ നിന്ന് വടകര സ്വദേശിനിയായ ദീപാലേഖക്ക് പോയി വരാനുള്ള സൗകര്യം ഒരു വാഹനമെടുത്താൽ സാധിക്കുമെന്നുള്ളത് കൊണ്ടും അപ്പീൽ കൊടുത്തപ്പോൾ അതും ഒരു സ്റ്റേഷനിൽ 4 മാസം മാത്രം ആയതുകൊണ്ട് പരിഗണിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഇന്നലെ അന്തിമ ട്രാൻസ്ഫർ ഉത്തരവ് വന്നു. അവരെ ചൊക്ലിയിൽ നിന്ന് പിണറായിയിലേക്ക് സ്ഥലം മാറ്റി. ആ വിഷമമാണ് യഥാർത്ഥത്തിൽ ദീപാലേഖയുടെ കാർഡിയാക് അറസ്റ്റിന് കാരണം. ആശാലത കാസർഗോഡ് മരിക്കുന്നതിന് കാരണം ട്രാൻസ്ഫർ സൃഷ്ടിച്ച മാനസിക പ്രയാസമാണ്. സുബിൻ ആത്മഹത്യ ചെയ്യാൻ കാരണം 40 കിലോമീറ്റർ അകലെ സ്ഥലം മാറ്റിയതിനെ തുടർന്നുള്ള മാനസിക പ്രയാസം മൂലമാണ്. ഡോക്ടർ രാധാമണിക്ക് കാർഡിയാക് ഇഷ്യൂ ഉണ്ടാവാൻ കാരണം ട്രാൻസ്ഫർ നടത്താൻ വേണ്ടി NGO അസോസിയേഷൻ നേതാക്കൾ ഡോക്ടറുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ്. ചുരുക്കത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ ജീവനക്കാരെ കൊലക്കു കൊടുക്കുന്ന ട്രാൻസ്ഫറാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നത് കണ്ണൂർ ജില്ലയിലെ ഈ 2 ഉദാഹരണങ്ങളും തൊട്ടയൽ ജില്ലയിലെ